ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് സിവിൽ 3Dയിൽ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. സോ കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുന്ന ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ എക്സലിൽ നിന്നും CSV ഫോർമാറ്റ് ആക്കിയിട്ട് ഡാറ്റ എടുത്തു വയ്ക്കുന്നു. അതിനുശേഷം സിവിൽ 3D മെട്രിക് തുടങ്ങുകയാണ്. ഡ്രോയിങ് വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പോയിന്റ് ഇമ്പോർട്ട് ചെയ്യാണ്. ടൂൾ സ്പേസ് ആണ്. ടൂൾ സ്പേസും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുന്നതെല്ലാം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. റൈറ്റ് ബട്ടൺ അടിക്കുക, ക്രിയേറ്റ് ടൂള് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സർവേ പ്രൊജക്റ്റ് എന്നുള്ള ഈ ഒരു ഫയലാണ്. ഇതും ഇതിൻ്റെ ഫോർമാറ്റ് PNEZ എന്നുള്ളത് എടുക്കുകയാണ്. ഇത് പോയിന്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ സർഫസ് ഉള്ള പോയിന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടൂളിനി ആവശ്യമില്ല. സ്കെയിൽ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഇതിനുശേഷം സർഫസ് ഉണ്ടാക്കുകയാണ്. സർഫസിൽ വരുന്നു, റൈറ്റ് ബട്ടൺ അടിക്കുന്നു, ക്രിയേറ്റ് സർഫസ്, ഒരു പേര് കൊടുക്കുന്നു. ഇതൊരു മെയിൻ സർഫസ് ആയതുകൊണ്ട് ഞാനത് ഗ്രൗണ്ട് സർഫസ് എന്ന് കൊടുക്കുകയാണ്. ഇതിലൊക്കെ കൃത്യമായിട്ട് പേര് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു പേരുകളൊക്കെ പിന്നീട് നമുക്ക് ആവശ്യം വരും. സോ കൃത്യമായിട്ടുള്ള പേരുകൾ കൊടുത്തിട്ട് സർഫസ് ക്രിയേറ്റ് ചെയ്യുക. സർഫസിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞാൽ പോയിന്റ് ഗ്രൂപ്പ് എടുക്കുക, ആഡ്, നമ്മളുണ്ടാക്കിയ പോയിന്റ് ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ആ സർഫസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എവിടെയാണ് എക്സ്കവേഷൻ വേണ്ട ആ ഫയൽ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള, ഒന്നുകിൽ നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ പ്ലാൻ ഇവിടേക്ക് കൊണ്ടുവരിക. തൽക്കാലം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരു 6 റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അത് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. സോ സാധാരണ ഓട്ടോക്കേഡിലെ കമാൻഡ് തന്നെയാണ് റെക്റ്റാങ്കിൾ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഞാനിതിൽ അളവ് ഒരു 10 മീറ്റർ 5 മീറ്റർ ഈ ഒരു അളവിലൊരു റെക്റ്റാങ്കിളാണ് വയ്ക്കുന്നത്. അങ്ങനത്തെ ഒരു 6 എണ്ണം വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ ഒന്നിവിടെ വെച്ചു. ഇനി കോപ്പി, ഇനി കോപ്പി 1 6. ഇതും കുറച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ എക്സ്കവേഷൻ എടുക്കാനുള്ള ചതുരങ്ങൾ. ഇത് വെറും റെക്റ്റാങ്കിളാണ്. ഇതിനെ ഇനി കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുന്നത് ഫീച്ചർ ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോം ടാബിൽ തന്നെ ഇവിടെ ഫീച്ചർ ലൈൻ കാണാം. ഈ ഫീച്ചർ ലൈന് ക്രിയേറ്റ് ഫീച്ചർ ലൈൻ ഫ്രം ഒബ്ജക്ട്സ് ഉണ്ട്, അതെടുക്കുക. ഓരോന്നിനെയും സെലക്ട് ചെയ്യുക. സോ ഈ 6 എണ്ണത്തിന് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്യുക. ഓക്കെ, റൈറ്റ് ബട്ടൺ അടിച്ച് എൻ്റർ, അല്ലെങ്കിൽ വെറുതെ കീബോർഡിൽ എൻ്റർ അടിക്കുക. അതിനുശേഷം ഇതിനൊരു പേര് കൊടുക്കുക. ഓക്കെ, ആ പേര് ഞാൻ ഉദാഹരണത്തിന് പിറ്റ് എന്ന് മാത്രം കൊടുക്കും. ജസ്റ്റ് ഒരു ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതിൽ അസൈൻ എലിവേഷൻസ് കൂടി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ വേറൊരു ഡയലോഗ് ബോക്സ് വരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് സർഫസിലാണോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സർഫസ്, നമുക്ക് ആകെ ഒരു സർഫസ് തന്നെയുള്ളൂ, അത് ഡിഫാൾട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ടിക്ക് കൂടി ചെയ്യുക. വാല്യൂസ് ഒന്നും കൊടുക്കണ്ട, ഓക്കെ കൊടുക്കുക. സോ ഇതെല്ലാം ഒരു പച്ച കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഇത് വെച്ചിട്ടൊരു സർഫസ് മാതിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സർഫസിൽ വരിക, റൈറ്റ് ബട്ടൺ അടിക്കുക, ക്രിയേറ്റ് സർഫസ്. ഇത് എക്സ്കവേഷനാണ്. സോ ഞാൻ എക്സ്കവേഷൻ പേര് കൊടുക്കുന്നു, ഓക്കെ അടിക്കുന്നു.
അതിനുശേഷം അതിലൂടെ വന്നിട്ടുണ്ടാവും നമുക്കറിയാം സർഫസിൻ്റെ ഉള്ളിൽ ഡെഫിനിഷനിൽ വരിക. ആ ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ലൈൻസ് എന്ന ഓപ്ഷൻ എടുക്കുക. മുന്നേക്ക് എടുത്തിരുന്ന പോയിന്റ് ഗ്രൂപ്പൊക്കെയാണ്. ഇവിടെ ബ്രേക്ക് ലൈൻ എടുക്കുക, ആഡ് ചെയ്യുക. ബ്രേക്ക് ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കണമെന്നില്ല. ഈ ടൈപ്പ് എന്നുള്ളത് വോളാക്കി മാറ്റുക. ടൈപ്പ് എന്നുള്ള വോളാക്കി മാറ്റിയ ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവയെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഈ 6 എണ്ണത്തിന് എന്ത് ചെയ്യുക, വീണ്ടും ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഫീച്ചർ ലൈനാണ്. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. ഇതിപ്പോൾ F8 ഓൺ ആക്കിയത് കൊണ്ടാണ്. F8 ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഓഫ്സെറ്റ് ചെയ്യേണ്ട ഏത് സൈഡിലേക്കാണ്? പിക്ക് ദ സൈഡ് ഓഫ്സെറ്റ്. ഇത് ഗ്രേഡിംഗ് ഒക്കെ നടക്കുമ്പോഴാണ് ഈ ഒരു ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. എന്തായാലും നമ്മളിവിടെ ഈ ഒരു ഇന്നർ സൈഡ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൈഡും, ഇപ്പോൾ 4 സൈഡും ഒരേ ഡെപ്ത് തന്നെയാണോ കൊടുക്കുന്നത്, അതല്ല ഇത് വേറെ സൈഡ്, അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇവിടെ ഞാൻ ഓൾ കൊടുക്കുകയാണ്. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഡെപ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എലിവേഷൻ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 100 നമ്മുടെ സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 100 ഇവിടെയുള്ള നമ്മളൊരു ലെവൽ എടുത്തിട്ടുള്ളത്. ഈ 100-ൽ നിന്നും 1.5 മീറ്റർ താഴെ എന്ന രീതിയിൽ 98.5 ഡെപ്ത് എലിവേഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എലിവേഷൻ ക്ലിക്ക് ചെയ്യണം. എലിവേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 98.5 കൊടുക്കുക. ഉടനെ അതിൻ്റെ പണി കഴിഞ്ഞു. അടുത്ത പോയിന്റ് ചോദിച്ചു. ഇത് റിപ്പീറ്റ് ചെയ്യാം. ഒരു ഇന്നർ പോയിന്റ്, ഹോളിൻ്റെ അവിടെ എൻ്റർ അടിക്കാം, എലിവേഷൻ സെലക്ട് ചെയ്യാം, 98.5 അടിക്കാം, എൻ്റർ ചെയ്യാം. ഇതിനടുത്തതിനും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഓരോന്നിലും എന്ത് ചെയ്യും? ഇതിങ്ങനെ കൊടുത്തു. ഇനി ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള എലിവേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ. ഓക്കെ. എലിവേഷൻ എടുക്കുന്നു, 98.5 അടിക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇതെടുക്കുന്നു, സോറി, എലിവേഷൻ എടുക്കാൻ മറക്കരുത്. എലിവേഷൻ 98.5. ഇതിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യണം. ഓളാണ്. എലിവേഷൻ സെലക്ട് ചെയ്യണം, 98.5. അപ്പോൾ അത് അത്രയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഒരു സർഫസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സർഫസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ, ഇപ്പോൾ ഈ 2 സർഫസായിരുന്നു, നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഒബ്ജക്റ്റ് വ്യൂവർ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറൊരു പ്ലെയിനിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സർഫസിനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സർഫസ്. ഈ ഒരു ഏരിയ ഫ്ലാറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ശരിക്കുള്ള സർഫസ് പോയിട്ടുള്ള, ആദ്യത്തെ സർഫസ് പോയിട്ടുള്ള മാതിരി കട്ടായിട്ടെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇവിടെയൊക്കെ ചെരിവുണ്ട്. ഈ ഒരു ചെരിവ് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഈ സർഫസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൊത്തത്തിലൊരു സർഫസ്, ഈ ഒരു ഏരിയയിൽ എക്സ്ട്രാ ഒരു സർഫസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ സർഫസ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. സർഫസ് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോറി, സർഫസ് പ്രോപ്പർട്ടീസ് അല്ല, സെലക്ട് ചെയ്യുക, എഡിറ്റ് സർഫസ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്നുള്ള ഈ ടാബിൽ വരും. ഡിസ്പ്ലേ എന്ന ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾസ് എന്നിട്ടൊരു ബൾബിൻ്റെ ഓഫായി കിടക്കുന്നത് കാണാം. അത് അൺഹൈഡ് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ മാതിരി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഡിലീറ്റ് ചെയ്യണം ഇതിൻ്റേത്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർഫസ്, ഈ ലൈനുകൾ കൂടി ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇതെന്ത് ചെയ്യാം? ഹൈഡ് ചെയ്യാം. ഇതിൽ വന്നു കഴിഞ്ഞാൽ സർഫസ് പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം? നോ ഡിസ്പ്ലേ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർഫസ് തൽക്കാലത്തേക്ക് മാറി നിൽക്കും. ഇനി നമുക്ക് ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏരിയ എന്ത് ചെയ്യണം? വേണ്ടാത്ത ഫേസുകളൊക്കെ കളയണം. അപ്പോൾ അതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് സർഫസിൽ വരിക, ഡിലീറ്റ് ലൈനിൽ വരിക. നമുക്ക് വേണ്ടാത്ത എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഉണ്ട്, അതുമാതിരി തന്നെ ഇത് മുഴുവൻ ഉണ്ടാവും. ഇവിടെ ഉണ്ട്, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത്രയും വേണ്ട, പിന്നെ ഇവിടുത്തെ ഇത്രയും വേണ്ട. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇതുണ്ട്, ഇവിടെ റെക്റ്റാങ്കിൾ, ഇവിടെ റെക്റ്റാങ്കിൾ, ഇവിടെ റെക്റ്റാങ്കിൾ, ഇവിടെ ഇത്രയുണ്ട്. ഇത് ഇത്രയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ
അത്രയും പോവും. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. വീണ്ടും നമുക്കിത് സെലക്ഷനാണ്, റൈറ്റ് ബട്ടൺ അടിക്കാം. ഒബ്ജക്റ്റ് വ്യൂവർ പോയി കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം കാണും. ഉണ്ട്. ഓക്കെ, ഇനി ഇത് തിരിച്ച് കൊണ്ടുവരണം നമുക്ക് പഴയ സർഫസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മെയിൻ സർഫസിൽ പോവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സർഫസ് ആണ്. റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സർഫസ് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നോ ഡിസ്പ്ലേ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു കോണ്ടൂറിന് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്തിട്ട് ഓക്കെ അടിക്കാം. അതിവിടെ വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ രണ്ട് സർഫസുകൾ. ഇനിയിപ്പോൾ ഇത് രണ്ട് സർഫസും കൂടി സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഒബ്ജക്റ്റ് വ്യൂവർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ അടഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സർഫസ് കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സർഫസിൽ വന്നു, റൈറ്റ് ബട്ടൺ ക്രിയേറ്റ് സർഫസ്. അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ പേര് കൊടുക്കുന്നു, കമ്പൈൻഡ് എന്ന് പേര് കൊടുക്കണം. കമ്പൈൻഡ് പേര് കൊടുത്തു. ഓക്കെ, ഇനി ആ സർഫസിലേക്ക്, ആ കമ്പൈൻഡ് എന്നുള്ള സർഫസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി ആഡ് ചെയ്യണം. സോ അതിന് ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പൈൻഡിൽ വന്നു, ഡെഫിനിഷനിൽ വന്നിട്ട് ഇവിടെ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ്സിൽ വന്നിട്ട് എന്ത് ചെയ്യാം, റൈറ്റ് ബട്ടൺ അടിക്കാം. റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ താഴെ പേസ്റ്റ് സർഫസ് ഉണ്ടാവും. സോ ഈ പേസ്റ്റ് സർഫസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് സർഫസാണ്. അതാണ് മെയിൻ സർഫസ്. അത് കഴിഞ്ഞ് വീണ്ടും എഡിറ്റ്സിൽ വരിക, പേസ്റ്റ് സർഫസ്, എക്സ്കവേഷനും ആഡ് ചെയ്യാം. ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത സമയത്ത് ഇനി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കമ്പൈൻഡ് ഒന്ന് സെലക്ട് ചെയ്യാം. റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയി സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്യാതെ ഇങ്ങനെ സെലക്ട് ചെയ്യാനും ആ ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ബട്ടൺ അടിക്കുക, ഒബ്ജക്റ്റ് വ്യൂവർക്ക്. ഇനി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സർഫസിൽ ആ ഒരു ഫൗണ്ടേഷൻസ് വന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്, ഇനി ഇതിൻ്റെ വോളിയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനലൈസ് എന്നുള്ള ഇവിടെ ഒരു മെനു ഉണ്ട്, അതിൽ വരിക. അതിനുശേഷം വോളിയം ഡാഷ്ബോർഡ് എന്നുള്ള ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ന്യൂ വോളിയം സർഫസ്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇതിനൊരു പേര് കൊടുക്കണം. ഞാൻ വോളിയം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതിന് താഴെയായിട്ട് ബേസ് സർഫസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ബേസ് സർഫസ് ഏതാണ്, നമ്മുടെ ഗ്രൗണ്ട് സർഫസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻഡ് എന്നുള്ള നമ്മൾ ഉണ്ടാക്കിയ സർഫസും കൊടുക്കുക. ഇത് രണ്ടും ഇവിടെ ബേസും കമ്പാരിസൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. ഈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ വോളിയം ഏരിയ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം കാണിക്കുന്നുണ്ട്. ക്യൂബിക് മീറ്ററിലാണിത് കാണിക്കുന്നത്. ക്യൂബിക് മീറ്ററിൽ 525.22 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് 10x5 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് ആണോ എന്നുള്ളത്. സോ കാൽക്കുലേറ്റർ വെക്കുമ്പോൾ എന്താണ്, നമ്മൾ ഒരെണ്ണത്തിൻ്റെ നീളം 10 ആണ്. 10x5 ഇൻറ്റു ഡെപ്ത് എങ്ങനെയാണ്, നമ്മൾ 100 എന്ന ലെവലിൽ നിന്നും 98.5 കൊടുത്തത്. സോ 1.5 മീറ്റർ എന്നാണ്. ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ 1.5 മീറ്ററാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സോ ആ 1.5 കൂടി ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വോളിയം കിട്ടി. ഇൻറ്റു 6 ആണ്. സോ ഇത് 450 m³ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എന്ത് പറ്റി, 525.22 വന്നു. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് നമ്മൾ ലെവലാണ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തത്. 100 എന്നൊരു ലെവൽ കീപ്പ് ചെയ്തു. ദെൻ അവിടുന്ന് 98.5 വരെയാണ് ഡെപ്ത് കൊടുത്തത്. അപ്പോൾ വേറെ സ്ഥലത്ത് 100ൻ്റെ മുകളിൽ ഉയരം ഉണ്ടെങ്കിൽ 100.5 ഉണ്ടെങ്കിൽ അവിടെ ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അണ്ടുലേഷൻ അനുസരിച്ചാണ് ഈ വോളിയം കൂടാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വോളിയം കണ്ടെത്തുന്നത്.